മലവെള്ളപ്പാച്ചിലിൽ നിരവധി പേരെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും അവഗണിച്ച അധ്യാപകൻ്റെ തിരോധാനത്തിൽ നാട് തേങ്ങുന്നു. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടിന് സമീപമുള്ള അടിച്ചിപ്പാറ മഞ്ഞച്ചീളി ഭാഗത്തായിരുന്നു അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടൽ. കുമ്പളച്ചോല ഗവൺമെൻറ് LP സ്കൂൾ റിട്ടയർഡ് അധ്യാപകനായ കുളത്തുങ്കൽ KM മാത്യുവും വിലങ്ങാട് സ്കൂൾ അധ്യാപകനുമായ നെടുത്തെരിയിൽ സിൻസും രക്ഷാപ്രവർത്തനത്തിനായി സർവ്വതും മറന്നിറങ്ങുകയായിരുന്നു. കടുത്ത മഴയും ഒഴുക്കുവെള്ളവും പ്രതിബന്ധങ്ങൾ തീർത്തെങ്കിലും ഇരുവരും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോയി. എന്നാൽ പുലർച്ചെ 1 മണിയോടടുത്ത സമയത്താണ് മഞ്ഞച്ചീളി അങ്കനവാടിക്കടുത്തെ കുന്നിടിയുന്നത് മത്തായി മാഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ മത്തായി മാഷ് മറുവശത്തെ കടയുടെ ഭാഗത്തേക്കും സിൻസ് മാഷ് എതിർവശത്തേക്കും ഓടി. എന്നാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മത്തായി മാഷ് നിന്ന കടയുടെ ഭാഗത്തേക്കാണ് ഉരുൾപൊട്ടി ഒഴുകി വന്ന മലവെള്ളം എത്തിയത്. ഇവിടെ ഒറ്റപ്പെട്ടു പോയ മത്തായി മാഷെ രക്ഷിക്കാൻ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കയറുമായി സിൻസ് മാഷ് എത്തിയപ്പോഴേക്കും ഇവിടം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. ഭാര്യയും 2 ആൺമക്കളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ആര് ഏത് പാതിരാത്രി സഹായത്തിനായി വിളിച്ചാലും മറുത്തൊന്നും പറയാതെ അതിനായി മുന്നിട്ടിറങ്ങുന്ന നാട്ടുകാരുടെ സ്വന്തം മത്തായി മാഷ് ഇന്നും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അവർക്കായി ഇറങ്ങി. ഇതുവരെയും മാഷിൻ്റെ ശരീരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടലിനെക്കുറിച്ച് വിലങ്ങാട് പള്ളി വികാരി ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രിയ സഹോദരങ്ങളെ, വയനാട് മേഖലയുണ്ടായതുപോലെയുള്ള അതിഭീകരമായ ദുരന്തമാണ് കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മലയോര പ്രദേശമായിട്ടുള്ള വിലങ്ങാട് മേഖലയിലും സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 12:30 ആരംഭിച്ചിട്ടുള്ള പല ഉരുൾപൊട്ടലുമായിട്ട് ഇവിടെ 19 ഭവനങ്ങൾ നിശേഷം തകരുകയും അതുപോലെ വളരെയധികം ഭവനങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലപുഷ്ടമായ കൃഷിയിടങ്ങൾ നശിച്ചു പോവുകയും വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തകർച്ചകളും ഈ ജനത്തിന് സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന കുളത്തെങ്കൽ മത്തായി എന്ന് പറയുന്ന റിട്ടയർഡ് മാസ്റ്റർ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ.